ധവളപത്രമിറക്കി UDF സർക്കാർ കേരളത്തിന്റെ സാമ്പത്തിക രോഗനിർണയം നടത്തിയിരുന്നു. ഇനി ചികിത്സയാണ്. ധനമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി VD സതീശന്റെ കന്നി ബജറ്റിൽ കേരളത്തിന്റെ സാമ്പത്തിക ആരോഗ്യം മെച്ചപ്പെടുത്താനുള്ള പ്രഖ്യാപനങ്ങളോ നടപടികളോ ഉണ്ടാകുമെന്നതിൽ സംശയമില്ല. എന്നാൽ ജനങ്ങളുടെ കയ്യടി കിട്ടാനുള്ള ക്ഷേമ പദ്ധതികൾ എത്രത്തോളം ഉണ്ടാകും എന്നതാണ് ചോദ്യം. പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങളെല്ലാം ഇത്തവണത്തെ ബജറ്റിൽ പ്രഖ്യാപിക്കുമോ? പ്രഖ്യാപിച്ചാൽ അത് എത്രത്തോളം പ്രാവർത്തികമാകും? ജനപ്രിയ പ്രകടന പത്രികയും കടം കയറിയ ഖജനാവും തമ്മിലുള്ള വടംവലിയിൽ ആര് ജയിക്കും? തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ തന്നെ നിരവധി ക്ഷേമ വാഗ്ദാനങ്ങൾ UDF നടത്തിയിരുന്നു. UDFന്റെ പ്രകടന പത്രികയിലെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇന്ദിരാ ഗ്യാരണ്ടി നടപ്പാക്കുമെന്നത് തന്നെ. ക്ഷേമ പെൻഷൻ തുക ഉയർത്തൽ, 25 ലക്ഷത്തിന്റെ സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ്, യുവ സംരംഭകർക്ക് പലിശരഹിത വായ്പ, കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ. ഇതൊക്കെ പ്രകടന പത്രികയിലെ മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളാണ്. ധവളപത്രത്തിലെ ശുപാർശകളും നിർദ്ദേശങ്ങളും ഉൾക്കൊണ്ടുകൂടിയാകും VD സർക്കാരിന്റെ പ്രഖ്യാപനം. അധികാരത്തിൽ വന്നാൽ ക്ഷേമ പെൻഷൻ 3000 രൂപയായി വർദ്ധിപ്പിക്കുമെന്നായിരുന്നു UDFന്റെ പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനം. ഇത് നടപ്പാക്കിയാൽ സർക്കാരിനെ കാത്തിരിക്കുന്നത് വലിയ സാമ്പത്തിക ബാധ്യതയാണ്. നിലവിൽ 2000 രൂപ വെച്ച് 62 ലക്ഷം പേരാണ് പെൻഷൻ കൈപ്പറ്റുന്നത്. തുക വർദ്ധിപ്പിക്കുകയാണെങ്കിൽ 23,000 കോടിയോളം രൂപ ഖജനാവിന് ബാധ്യത വരും. നിലവിൽ നൽകുന്ന തുകയേക്കാൾ 7,440 കോടി അധിക തുക വേണ്ടിവരും. മെച്ചപ്പെട്ട നികുതി പിരിവ്, കേന്ദ്ര കുടിശ്ശിക നേടിയെടുക്കൽ, മറ്റ് വരുമാന മാർഗങ്ങൾ എന്നിവയിലൂടെ മാത്രമേ ഇത് മറികടക്കാനാകൂ. VD സർക്കാരിന്റെ ആദ്യ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പ്രഖ്യാപിച്ച പദ്ധതിയാണ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള സൗജന്യ ആരോഗ്യ ഇൻഷുറൻസ്. പദ്ധതി പ്രകാരം ഒരു കുടുംബത്തിന് വർഷം 25 ലക്ഷം എന്ന കണക്കിൽ കവറേജ് നൽകും എന്നാണ് പ്രഖ്യാപനം. കേൾക്കുമ്പോൾ വലിയ ആശ്വാസമായി തോന്നുന്ന പദ്ധതിയാണെങ്കിലും ഇതിന് തുക എങ്ങനെ വകയിരുത്തുമെന്നത് ചോദ്യചിഹ്നമാണ്. വൻ തുകയുടെ ഇത്തരം ഹെൽത്ത് ഇൻഷുറൻസ് പദ്ധതികൾ നാളെ ആരോഗ്യ മേഖലയെ തകർത്ത് പൂർണ്ണമായും സ്വകാര്യവൽക്കരിക്കപ്പെടുമോ എന്ന ആശങ്കയും ശക്തമാണ്. തെരഞ്ഞെടുപ്പ് വേളയിൽ കൂടുതൽ ആവേശത്തോടെ UDF സർക്കാർ ഉയർത്തിക്കാട്ടിയ പ്രഖ്യാപനമാണ് KSRTC ബസ്സുകളിലെ സ്ത്രീകൾക്കുള്ള സൗജന്യ യാത്ര. വർഷങ്ങളായി ശമ്പളം കൊടുക്കാനും ഡീസൽ അടിക്കാനും കടമെടുക്കുന്ന KSRTCക്ക് ഈ പ്രഖ്യാപനം താങ്ങാൻ കഴിയുമോ എന്ന ചോദ്യം നേരത്തെ ഉയർന്നതാണ്. ആദ്യത്തെ 100 ദിവസം സൗജന്യ യാത്ര ഓർഡിനറി ബസ്സുകളിൽ മാത്രമാണ്. ഓർഡിനറിയിൽ മാത്രം പദ്ധതി നടപ്പാക്കിയാൽ നഷ്ടം 57 കോടി. ഈ തുക സർക്കാർ പൂർണ്ണമായും KSRTCക്ക് സബ്സിഡിയായി തിരികെ നൽകുമെന്നാണ് പ്രഖ്യാപനം. തുക കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ വഴി വായ്പയായി ലഭ്യമാക്കാനാണ് നിലവിലെ ആലോചന. തുക കൃത്യമായി കോർപ്പറേഷനിലേക്ക് എത്തിയാലും ഈ ബാധ്യത സർക്കാർ എങ്ങനെ മറികടക്കും? കടത്തിൽ മുങ്ങി നിൽക്കുന്ന KSRTCയെ കട്ടപ്പുറത്താക്കുമോ ഈ സൗജന്യമെന്ന് കണ്ടറിയണം. കോളേജ് വിദ്യാർത്ഥിനികൾക്ക് പ്രതിമാസം 1000 രൂപ വീതം ധനസഹായം നൽകുമെന്ന UDFന്റെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനം ഈ അധ്യയന വർഷം തന്നെ നടപ്പാക്കുമെന്നാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി റോജി M. ജോൺ അറിയിച്ചിട്ടുള്ളത്. ഇത്തവണത്തെ ബജറ്റിൽ പ്രഖ്യാപനം ഉണ്ടാകുമെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്. സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ പ്രായം ഉയർത്തലും ശമ്പള പരിഷ്കരണ പ്രഖ്യാപനം 10 വർഷം കൂടുമ്പോൾ മതിയെന്നതും ധവളപത്രത്തിലെ ശുപാർശയായിരുന്നു. ഇതുവഴി സംസ്ഥാനത്തിന്റെ സാമ്പത്തിക ബാധ്യത ഒരു പരിധിവരെ കുറയ്ക്കാൻ കഴിയുമെന്നായിരുന്നു നിരീക്ഷണം. അതായത് ഒരു ജീവനക്കാരൻ വിരമിക്കുമ്പോൾ ഗ്രാറ്റുവിറ്റി, പ്രൊവിഡന്റ് ഫണ്ട്, ലീവ് സറണ്ടർ തുടങ്ങിയ ഇനങ്ങളിലായി വലിയൊരു തുക സർക്കാർ ഒന്നിച്ച് നൽകേണ്ടതുണ്ട്. വിരമിക്കൽ പ്രായം നീട്ടുമ്പോൾ ഈ ബാധ്യത താൽക്കാലികമായി 2-3 വർഷത്തേക്ക് നീട്ടിവെക്കാൻ സർക്കാരിന് സാധിക്കും. വിരമിക്കുന്ന ജീവനക്കാർക്ക് പെൻഷൻ നൽകി തുടങ്ങുന്നത് വൈകുന്നതിനാൽ സർക്കാരിന്റെ പ്രതിമാസ ചെലവുകളിൽ പെട്ടെന്നൊരു ആശ്വാസം ലഭിക്കും. എന്നാൽ ഇത് ശാശ്വത പരിഹാരമാണോ? അല്ല. 2-3 വർഷത്തിന് ശേഷം ഈ ജീവനക്കാർ വിരമിക്കുമ്പോൾ ശമ്പള വർധനവ് കൂടിയുള്ള ഉയർന്ന തുക പെൻഷനായും മറ്റ് ആനുകൂല്യങ്ങളായും സർക്കാർ നൽകേണ്ടി വരും. അതായത് സാമ്പത്തിക ബാധ്യത ഭാവിയിലേക്ക് മാറ്റിവെക്കപ്പെടുന്നു എന്ന് മാത്രം. അതുകൊണ്ട് തന്നെ ബജറ്റിൽ ഇത്തരമൊരു പ്രഖ്യാപനം ഉണ്ടായേക്കില്ല. എന്നാൽ ജീവനക്കാരുടെ DA കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള നടപടി ഇത്തവണത്തെ ബജറ്റിൽ പ്രതീക്ഷിക്കാം. ഒരു വശത്ത് തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ള രാഷ്ട്രീയ ബാധ്യത,
മറുവശത്ത് കടുത്ത സാമ്പത്തിക അച്ചടക്കം പാലിക്കണമെന്ന ധനകാര്യ യാഥാർത്ഥ്യം. ഈ രണ്ട് വഞ്ചുകളിൽ ഒരേ സമയം ചവിട്ടി വി ഡി സതീശൻ നടത്തുന്ന സാമ്പത്തിക പരീക്ഷണം അല്ലെങ്കിൽ ബജറ്റ് അവതരണം എങ്ങനെയായിരിക്കും? പ്രകടന പത്രികയിലെ മോഹിപ്പിക്കുന്ന വാഗ്ദാനങ്ങളും യാഥാർത്ഥ്യ ബോധത്തോടെയുള്ള ധന മാനേജ്മെന്റും തമ്മിൽ എങ്ങനെ സമന്വയിപ്പിക്കുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പുതിയ സർക്കാരിന്റെയും കേരളത്തിന്റെയും സാമ്പത്തിക ഭാവി. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.